പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും കൂടിയിരിക്കുവാൻ, ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും തന്ന് ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാനും ഒരു പുതിയ പ്രഭാതം കൂടെ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഇടയാക്കി കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയ്ക്കായി 132 സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്ക് ഒരു വാസസ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. 5 വാക്യം, ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. വായിച്ചത് സാംസ് 132, 3, 4 and 5 വേഴ്സ്. 3, 4, 5 വാക്യങ്ങൾ. ഈ വാക്ക് കേൾക്കുമ്പോഴേ അറിയാം ദാവീദിന്റെ വാക്കുകളാണ്. പറയുന്ന വാക്കുകൾ: ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കയറി കിടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിനുറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ഇത് പറയുന്നത് ദാവീദാണ്. ഇതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ, വ്യക്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ അതേ വാക്യത്തിൽ കാണാം. അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം. അവിടെ എഴുതിയിരിക്കുന്നത്: ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള ആ കൊട്ടാരത്തിൽ പാർക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം തകർച്ചുതോലിനകത്തിരിക്കുന്നു. ഇങ്ങനെ ദാവീദിന്റെ ഹൃദയത്തിനകത്ത് കുണ്ഠിതപ്പെട്ട, വേദനപ്പെട്ട ഒരു അപകർഷതാബോധം പോലെ ഇതിനൊരു ഭാരം എന്ന് പറയാം, ബേർഡൻ. ഹിന്ദിയിൽ അതിന് ബോജ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഈ ബേർഡൻ ഉണ്ടാകുന്ന ഒരു ഭാരം, നമ്മുടെ ആത്മഭാരം, എന്നൊക്കെ ഒരു ഭാരം, ആലയത്തെക്കുറിച്ചുള്ള എരിവ്, ആലയത്തെക്കുറിച്ചുള്ള ഭാരം ദാവീദിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുക. ഈ വാക്കുകൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. ദാവീദ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഞാൻ അതുകൊണ്ട് ഒരാലയം പണിയണം. യാക്കോബിൻ വല്ലഭന്റെ ഒരു ആലയം പണിയാതെ ഞാൻ ഇനി സ്വസ്ഥമായി ഇരിക്കുകയില്ല, എൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കത്തില്ല, കണ്ണിമയ്ക്ക് മയക്കം കൊടുക്കത്തില്ല, ഞാൻ ഇനി എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല എന്ന് തീരുമാനിച്ച് നാഥാൻ പ്രവാചകനോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അന്നത്തെ പ്രവാചകൻ, അല്ലെങ്കിൽ ആ രാജാവ് ആശ്രയിക്കുന്ന, നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ആ പ്രീസ്റ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ നാഥാൻ പ്രവാചകനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു: അതിനെന്താ പ്രശ്നം, നിനക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നീ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോ, ദൈവത്തിൻ്റെ ആലയമാണ്, നീ തുടങ്ങിക്കോ. പക്ഷേ നാഥാൻ പ്രവാചകൻ ഗേറ്റ് കടന്ന് പോകുന്നതിന് മുമ്പ്, അല്ല, അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ നാഥാൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ദൈവാലോചന കിട്ടി. നാഥാനോട് പറഞ്ഞു: ദാവീദ് പണിയണ്ട, അതിന് നിയോഗിക്കപ്പെട്ട ദാവീദിന്റെ സന്തതിയെ കൊണ്ട് പണിയിപ്പിക്കാം. അത് ഒരു തെറ്റായ കാര്യമില്ല. കാരണം ദാവീദ് രാജ്യം കീഴടക്കി, യുദ്ധങ്ങളെ പിടിച്ചടക്കി, ജനങ്ങളെ അതേ രക്തക്കറ പുരണ്ടു എന്ന് പറയുന്ന തെറ്റില്ല, രാജ്യം പിടിച്ചടക്കി, ദൈവം ആഗ്രഹിക്കുന്ന ദേശങ്ങളെല്ലാം പിടിച്ചടക്കി. അങ്ങനെ ഇസ്രയേലിന് വിശാലത ഉണ്ടാക്കി, രാജ്യങ്ങളുടെ അതിർവരമ്പുകളെ വിശാലമാക്കി. അങ്ങനെ ദാവീദിനോട് പറയുക: നീ ആലയം പണിയണ്ട, നിന്റെ ഒരു മകൻ ആലയം പണിയും, അതിനുവേണ്ടി അവനെ നിയോഗിക്കും. ദാവീദ് സമ്മതിച്ചു. അതല്ല ഇവിടുത്തെ പ്രസക്തമായ കാര്യമെന്ന് പറയുന്നത്. ഇവിടെ ദാവീദ് ഒന്ന് ആഗ്രഹിക്കുകയാ, യാക്കോബിൻ വല്ലഭൻ ഒരു തിരുനിവാസം, ദൈവത്തിനൊരു കൂടാരം പണിയണം എന്ന് ആഗ്രഹിക്കുമ്പോ തമ്പുരാൻ പിന്നീട് ആ കൂടാരത്തെക്കുറിച്ച് പറയുന്നു. പുതിയ നിയമത്തിൽ ആ കൂടാരത്തെക്കുറിച്ച്, വീണുപോയ ദാവീദിന്റെ കൂടാരം അത് ഞാൻ പണിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതുന്നതും യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ എഴുതുന്നതും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു ദാവീദിന്റെ കൂടാരം എന്ന. ദാവീദ് കൂടാരം പണിയാതിരുന്നിട്ടും എന്താ ദാവീദിന്റെ പേരിൽ അറിയപ്പെട്ടത്? പണിത് ദാവീദിന്റെ മകൻ ശലോമോനല്ലേ? എന്നിട്ടും എന്താ ദാവീദിന്റെ പേരിൽ അറിയപ്പെട്ടത്? കുഞ്ഞെ, ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് അത് കാണുന്നുണ്ടെന്ന്. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു എരിവ് നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ. ഇന്നൊരു മാതാവ് എന്നോട് പറഞ്ഞു, ജയിൽ മിനിസ്ട്രിക്ക് പോകാൻ, ജയിലിൽ കിടക്കുന്ന ആ അന്തേവാസികൾ, ജയിൽ പുള്ളികളുണ്ടല്ലോ, അവരോട് സംസാരിക്കാൻ, അവരോട് വചനം ഷെയർ ചെയ്യാൻ മാതാവിന് ഭയങ്കര താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ആ താല്പര്യമുണ്ടെന്ന് പറയുന്ന ടൈമിൽ തന്നെ ദൈവത്തിനൊരു നിയോഗം അവിടെ വരും. ആ താല്പര്യത്തെ ദൈവം കണക്കാക്കും. ദാവീദ് പറഞ്ഞു, എനിക്ക് യാക്കോബിൻ വല്ലഭന് ഒരു കൂടാരം ഉണ്ടാക്കണം, അത്യുന്നതനൊരു തിരുനിവാസം.
സ്വർഗം എഴുതി ദാവീദിന്റെ കൂടാരം പണിതത് ദാവീദല്ല. ഹൃദയത്തിൽ ആഗ്രഹിച്ച ഒരു പക്ഷേ ദാവീദിന്റെ മനസ്സിലെ പ്ലാൻ ഇന്ന് ഹൃദയത്തിനകത്ത് നീ ആഗ്രഹിക്കുമ്പോ ദൈവം അതിനെ നിവർത്തിക്കാൻ ശക്തനാ. നിന്നിലൂടെ അല്ലെങ്കിൽ നിന്റെ തലമുറയിലൂടെ അത് നിവർത്തിക്കും. ഈ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പം ഒരു വീട് പണിയാൻ വേണ്ടി ഒരു എഞ്ചിനീയറോട് ചെന്ന് ഡിസൈൻ കൊടുക്കും. ഒരു 2 നില വീട്, ഡോർ ഇവിടെ ആയിരിക്കണം, ബാത്റൂം ഇവിടെ ആയിരിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസൈൻ കൊടുക്കുമ്പോൾ അയാള് ഇതെല്ലാം കൂടെ മനസ്സിനകത്ത് ശേഖരിച്ചു വെച്ചിട്ട് അയാൾ പേപ്പറിൽ ഒന്ന് വരച്ചെടുക്കും. വരച്ചെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ബ്രെയിൻ അകത്തിരിക്കുന്ന ഒരു പിക്ചറാണ് വരച്ചെടുക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ ബ്രെയിൻ അകത്തിരിക്കുന്ന പിക്ചർ വരച്ചു പുറത്തു കൊണ്ടുവരുന്നത് വരെ ആ വീട്ടുടയവനോ ഉടമസ്ഥനോ ഇയാൾ പോലും അറിയുന്നില്ല അതിന്റെ ഷേപ്പും കാര്യങ്ങളും. പക്ഷെ ഇയാളുടെ ബ്രെയിൻ അകത്ത്, എഞ്ചിനീയറുടെ ബ്രെയിൻ അകത്ത് ആ വീടിന്റെ പ്ലാൻ ഇരിപ്പുണ്ട്. അതിന്റെ സൈസും സ്ക്വയർ ഫീറ്റും അതിന്റെ ആ പദ്ധതിയെല്ലാം അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഇരിപ്പുണ്ട്. ഇതുപോലെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഇവിടെ ആ പദ്ധതികൾ ദൈവം നിവർത്തിക്കുമ്പോൾ ദാവീദിന് തിരിച്ച് ദൈവത്തെ കുറിച്ച് ആലയത്തെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദാവീദ് പറഞ്ഞു, എന്റെ ദൈവത്തിനൊരു ആലയം പണിയണം, യാക്കോബിൻ വല്ലഭന് ഒരാലയം പണിയണം. അതിനുവേണ്ടി ആഗ്രഹിച്ചു. നാഥാൻ പ്രവാചകനുമായിട്ട് ഷെയർ ചെയ്തു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടായപ്പോ മുമ്പേ പറഞ്ഞ പോലെ ബ്രെയിൻ മാപ്പിംഗ് നടന്നു. അതിന്റെ ബ്ലൂ പ്രിന്റ്, അതിന്റെ ബ്രെയിൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്നോ രൂപോ ഭാവോ ഒന്നും അറിയത്തില്ല. പക്ഷേ ആഗ്രഹം ഉരുവായപ്പം, ദാവീദിന്റെ ബ്രെയിൻ അകത്ത്, ചിന്തയ്ക്കകത്ത് ഉരുവായപ്പോ തമ്പുരാൻ അതിനെ സീല് വെച്ചിട്ട് പറഞ്ഞു, ഈ കൂടാരം അറിയപ്പെടുന്നത് നിന്റെ പേരിലാ, നിന്റെ പേരിൽ ഈ കൂടാരം അറിയപ്പെടും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവ് എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കൈകളെ കർത്താവ് നിറയ്ക്കും. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, എല്ലാവരും ഭണ്ഡാരത്തിൽ കൊണ്ടേ പണമിടുക. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ചിലർ 2000 നോട്ടിട്ടു, ചിലർ 500 ഇട്ടു, ചിലർ 100 ഇട്ടു. ഇനി അതിൽ കുറവുള്ള 50ഉം 20ഉം 10ഉം ഒക്കെ ഇട്ടു. അങ്ങനെ ഇരിക്കുമ്പം ഒരു ചെറിയ തുട്ടുമായിട്ട് ഒരു വിധവ വരിക. ആരും കാണാതെ ഒതുക്കി പിടിച്ച്, കൈക്കകത്ത് മുറുക്കി പിടിച്ച്, എന്നിട്ട് ഈ ഭണ്ഡാരത്തിനകത്തേക്ക് ആ 1 സെക്കൻഡേക്ക് തുറന്ന് ഈ ഭണ്ഡാരത്തിനകത്തേക്ക് ഇടുക. 2 രൂപയുടെ ഒരു കോയിന്, 2 രൂപ ഇടുക, 2 കാശ്. യേശു കർത്താവ് പറഞ്ഞു, ഇവൾ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു, ഇവൾ എല്ലാവരെക്കാൾ അധികം ഇട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇവൾ എല്ലാവരെക്കാൾ അധികം ഇട്ടിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടിരിക്കുന്നു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്നിട്ടിരിക്കുന്നു. കുഞ്ഞെ, എല്ലാവരും നിന്നെ നോക്കുന്നത് പോലെയല്ല ദൈവം നിന്നെ നോക്കുന്നത്. മനുഷ്യര് നിന്നെ നോക്കുന്നത് പോലെയല്ല ദൈവം നിന്നെ നോക്കുന്നത്. നിന്റെ പ്രസക്തി, നിന്റെ പണവും പ്രതാപവും നിന്റെ കുടുംബവും കുലമഹിമയും വെച്ചിട്ടാ മനുഷ്യൻ നോക്കുന്നത്. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രഭാതത്തിൽ ഒരു വസ്തുത പറയാം. നിന്റെ തമ്പുരാൻ നോക്കുന്നത് നിന്റെ കുലം നോക്കിയിട്ടല്ല, നിന്റെ കുടുംബം നോക്കിയിട്ടല്ല, നിന്റെ കുലശ്രേഷ്ഠ നോക്കിയിട്ടല്ല, നിന്റെ മഹിമ നോക്കിയിട്ടല്ല, നിന്റെ പണം നോക്കിയിട്ടല്ല, നിന്റെ പ്രതാപം നോക്കിയിട്ടല്ല, നിന്റെ ഒന്നും നോക്കിയിട്ടല്ല, നിന്നെ മാത്രം, നിന്റെ ഹൃദയത്തെ മാത്രം. 2 കാശിട്ട വിധവയെ പോലെ നിന്റെ ഹൃദയത്തെ മാത്രം. ദാവീദിന്റെ കൂടാരം, ഞാൻ ആലയം പണിയുമെന്ന് പറഞ്ഞപ്പോൾ അത് ദാവീദിന്റെ കൂടാരം എന്ന് പേരിട്ടതുപോലെ ഒന്ന് വിശ്വസിച്ചേ. കുഞ്ഞ്, നിനക്ക് വേണ്ടി തമ്പുരാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വിശ്വസിച്ചേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയത്തെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ഇല്ലായ്മകളെയും ഉള്ളതിനെയും നന്നായി അറിയുന്ന ദൈവം, കർത്താവേ, വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തെ നടത്തുന്ന ദൈവം ഞങ്ങളോട് കൂടിയിരിക്കുന്നതിനായി നന്ദി. ഇന്ന് ഈ പകലില്, ഈ പ്രഭാതത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ. വാത്സല്യ സഭയിലെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കൂട്ടായ്മയിലെ സകലവരെയും അനുഗ്രഹിക്കുന്നു. ഈ വചനം കേട്ടിരുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിക്ക് ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന നല്ല ദൈവം കൂടെയുള്ളതിനായി നന്ദി പറയുന്നപ്പാ. ഭക്തന്റെ ആഗ്രഹത്തെ നിരസിക്കാതെ അത് കൊടുക്കുന്ന ദൈവം, തലമുറകളെ മാനിക്കുന്ന ദൈവം, കൂടെയുള്ളതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, തൃക്കരങ്ങളിൽ സമർപ്പിക്കും, ദൈവകൃപയാൽ നിറയ്ക്കും. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. God bless you and walk with Jesus. കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് നടക്കാം. അടുത്ത സെക്ഷൻ നമുക്ക് കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മറയട്ടെ. God bless you. Thank you so much.